നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പന്തം കുളത്തി പ്രകടനം നടത്തി. കെ രാമചന്ദ്രൻ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോടന്നൂർ PSC സഹകരണ സംഘം 10ാം വാർഷികം ആഘോഷിച്ചു. സഹകരണ സംഘം പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിപുലമായ സൗകര്യങ്ങളാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കിയിരിക്കുന്നത്. ചേർപ്പ് GJBS സ്കൂളിൽ 40 വർഷമായി പാചക തൊഴിലാളിയായി ജോലി ചെയ്യുന്ന കുമാരിയെ മഹിളാ കോൺഗ്രസ് 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പന്തം കുളത്തി പ്രകടനം നടത്തി. കെ രാമചന്ദ്രൻ പ്രകടനത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, KK അശോകൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോർജ് ആൻഡോ, KR സിദ്ധാർത്ഥൻ, ഷൈനിൽ പെരുവനം, M. സുജിത് കുമാർ, വിൽസൺ VB രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിദ്യാ രമേശ്, അൽഫോൺസ, ആശാവർക്കർമാരായ സുമതി, ചിത്ര, സിജി, സുജന, ബൈജു സെൻ ഐച്ചിൽ, രാധാകൃഷ്ണൻ, ഗോപി, പ്രവീൺ അഞ്ചേരി, പ്രസാദ്, MN ഉണ്ണികൃഷ്ണൻ, KK രാമൻ, ഉമ്മർ കരീം, അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി. കോടന്നൂർ PSC സഹകരണ സംഘം 10ാം വാർഷികം ആഘോഷിച്ചു. സഹകരണ സംഘം പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രസ്ഥാനത്തെ താങ്കളുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സ്ഥാപനം നിലനിൽക്കാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി എന്ത് ത്യാഗവും കഴിക്കാൻ തയ്യാറായ നിരവധി ആളുകളെ നമ്മുടെ ഈ സമയത്ത് നാം സ്മരിക്കുകയാണ്. തീർച്ചയായും അവരുടെ നല്ല സഹായങ്ങളും അന്ത്യങ്ങളും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വലിയ പിന്തുണയും നാട്ടുകാരുടെ വലിയ പിന്തുണയും അവരുടെ പ്രോത്സാഹനവും ഒക്കെയാണ് നമുക്ക് ഈ സ്ഥാപനം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ എന്നല്ല കേരളത്തിൽ പോലും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഉണ്ടായതിനു ശേഷം എല്ലാ വർഷവും ലാഭത്തിൽ പ്രവർത്തിച്ച ഒരേ സ്ഥാപനം നമ്മുടേതാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത്രയും നല്ല ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞു. തീർച്ചയായും എല്ലാവരുടെയും സഹകരണവും സഹായങ്ങളും കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രതിസന്ധി നമ്മുടെ രാജ്യത്തുണ്ടായിട്ട് പോലും ഈ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അഭിമാനമുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുക. യോഗത്തിൽ P. അപ്പുക്കുട്ടൻ, ബിന്ദു അശോകൻ, സേതുമാധവൻ, ജൂബി മാത്യു, TK രാജു, KR ചന്ദ്രൻ, AA റപ്പായി, CR വേലായുധൻ, AR ജോസ്, ഫാൻസി ആൻഡ് സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു, ജോയ് നെല്ലിശ്ശേരി, ശ്രീനിവാസൻ, വേണു നായർ, സേവിയർ ചിറയത്ത് എന്നിവർ പങ്കെടുത്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിപുലമായ സൗകര്യങ്ങളാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കിയിരിക്കുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് വൈകിട്ട് തെയ്യം, കാവടിയാട്ടം എന്നിവ നടന്നു. അവണിശ്ശേരി ഹെൽത്ത് സെന്റർ, സേവാഭാരതി തുടങ്ങിയ സന്നദ്ധ സംഘടനകളുടെ കുടിവെള്ള വിതരണവും ആംബുലൻസ് സൗകര്യങ്ങളും സംരക്ഷണ സമിതി ഒരുക്കിയിട്ടുണ്ട്. ഉത്സവ ദിവസം രാവിലെ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ എത്തുന്ന ജനങ്ങൾക്കായിട്ട് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്ന സമയത്ത്, ഏതെങ്കിലും
തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അടിയന്തര ചികിത്സ, അടിയന്തരമായിട്ടുള്ളൊരു കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല ഉത്സവശേഷം ക്ലീൻ ചെയ്യുന്നതിനുള്ള ആനക്കൽ സെൻറ്ററും ഈ പരിസരവും എല്ലാം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശുചീകരണ തൊഴിലാളികളെ പഞ്ചായത്ത് നേരിട്ട് ആദ്യമായിട്ട് നിയോഗിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നാനാവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഉത്സവം മനോഹരമായി കാണുന്നതിനും ആഘോഷിക്കുന്നതിനും വേണ്ട എല്ലാവിധ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുകയാണ്. ശിവരാത്രി ദിനത്തിൽ വിശേഷാൽ പൂജകൾ, വിവിധ അഭിഷേകങ്ങൾ, ശയനപ്രദക്ഷിണം തുടങ്ങിയവയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ നമ്മുടെ ആഘോഷപൂർവ്വം ശിവരാത്രി ആഘോഷിക്കുകയാണ്. ഇവിടെ നാട് മുഴുവൻ ആ ഒരു ശിവരാത്രി ശിവനെ ഭജിച്ചുകൊണ്ടുള്ളൊരു പ്രത്യേക അന്തരീക്ഷം ആയിട്ടുള്ള നാട് മുഴുവനും. പിന്നെ നാട്ടിലെല്ലാവരും ഇപ്പോൾ ഇവിടെ ആനക്കല്ല്, ഉണ്ണിശ്ശേരി, താമരശ്ശേരിയെ സംബന്ധിച്ച് ഓണം, വിഷു, തിരുവാതിരയൊന്നും അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും പ്രാധാന്യം തന്നെയാണ് നമ്മുടെ താമരശ്ശേരി അമ്പലത്തിലെ ശിവരാത്രി ഇവിടെ ജനങ്ങൾ കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ ദൈവ ചൈതന്യത്തിന് വേണ്ട എല്ലാ കർമ്മങ്ങളും യഥാവിധി പ്രകാരം, താന്ത്രിക വിധി പ്രകാരമൊക്കെ ജ്യോത്സ്യന്മാരുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം വളരെ കൃത്യമായിട്ടും ശുദ്ധമായിട്ടും നടത്തി വരുന്നുണ്ട്. സമയമനുസരിച്ച് സെറ്റ് കാവടികൾ, 3 സെറ്റ് പൂരം, തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളും ക്ഷേത്രത്തിൽ അരങ്ങേറും. വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ആഘോഷത്തെ സംബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വരുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി വരുന്ന 9 സെറ്റ് കാവടി സമാജങ്ങൾ, അതുകൂടാണ്ട് വൈകിട്ട് പൂരാഘോഷമാണ്. അതിൽ ആദ്യം വരുന്നത് ശിവപാർവതി പൂരാഘോഷ കമ്മിറ്റി, ഗുഡ് ഷെഡ് റോഡ്, അവണിശ്ശേരി. അതിനുശേഷം വള്ളിശ്ശേരി തെക്കുമുറി കിഴക്കേ വിഭാഗം പൂരാഘോഷ കമ്മിറ്റി. പിന്നീടുള്ളത് ശിവശക്തി പൂരാഘോഷ കമ്മിറ്റി. ഇതിൽ മേളപ്രമാണിമാരായ നമ്മുടെ അനിയേട്ടൻ, അതുപോലെ തന്നെ പെരുമനൻ സതീശന്മാരാർ തുടങ്ങിയ മുതലായിട്ടുള്ള പ്രമാണികളാണ് മേളത്തിനായിട്ട് ഇവിടെ എത്തുന്നത്. കൂടാതെ വർണ്ണപ്പകിട്ടാർന്ന നിലപ്പന്തൽ, ക്ഷേത്രം ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന നയനമനോഹരമായ പൂരക്കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ശിവരാത്രിയായിട്ടാണ്, ആഘോഷങ്ങളായിട്ടാണ് എല്ലാ വിഭാഗം ആളുകളും കരുതി പോരുന്നത്. കാരണം ഏറെ പ്രാധാന്യത്തോടുകൂടി, ചരിത്ര പ്രാധാന്യത്തോടു കൂടി തന്നെയുള്ള ഈ ശിവരാത്രി മഹോത്സവം ഇന്ന് 75ാമത് വാർഷികം ആഘോഷിക്കുന്ന സമാജങ്ങൾ തന്നെ ഈ ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10-15ഓളം കാവടി സെറ്റുകളാണ്, അതുപോലെ പൂരം, തെയ്യം, കലാരൂപങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന 10-15ഓളം കാവടി സെറ്റുകൾ ഈ ശിവരാത്രിയുടെ തലേ ദിവസം മുതൽ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ച് ഈ ശിവരാത്രി തീരുന്നത് വരെയുള്ള സമയം, അതായത് 27-ാം തീയതി പുലർച്ചെ വരെ വരുന്ന സമയം, ഏകദേശം 3 മണിയോട് കൂടിയാണ് 27-ാം തീയതി കാവടി അവസാനിക്കുന്നത്. 27-ാം തീയതി കൊടിയിറക്കത്തോടെ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവം സമാപിക്കും. ക്ഷേത്രം മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്രസമിതി പ്രസിഡന്റ് രാജീവ് കണ്ണാറ, സെക്രട്ടറി ER ജയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, സന്തോഷ്, സുഭാഷ്, അരവിന്ദാക്ഷൻ കർത്താവ് എന്നിവർ നേതൃത്വം നൽകും. ചേർപ്പ് GJBS സ്കൂളിൽ 40 വർഷമായി പാചക തൊഴിലാളിയായി ജോലി ചെയ്യുന്ന കുമാരിയെ മഹിളാ കോൺഗ്രസ് 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 40 വർഷക്കാലത്തോളം നമ്മുടെ JBS സ്കൂളിൽ കുട്ടികൾക്ക് സ്നേഹം വിളമ്പുന്ന ഒരു ടീച്ചറായി പ്രവർത്തിക്കുന്ന നമ്മുടെ കുമാരിക്ക് ഈ അവസരത്തിലൊരു ആദരവ് കൊടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും കുമാരീച്ചി അവിടെ ഇതേ പ്രവൃത്തി തുടർന്ന് വരുന്ന ഒരാളായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ സ്കൂൾ യുവജനോത്സവത്തിൽ ഉപജില്ലയിലേക്കും ജില്ലയിലേക്കൊക്കെ ടീച്ചർമാരും അതുപോലെ കുമാരീച്ചിയും കൂടിയാണ് ഞങ്ങളേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഒരു തവണ പ്രസംഗ മത്സരത്തിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയപ്പോൾ ഏറ്റവും അധികം അന്ന് സന്തോഷിച്ച ഒരാളായിരുന്നു കുമാരീച്ചി. കാരണം കുമാരീച്ചിയുടെ കൈ പിടിച്ചിട്ടാണ് അന്ന് എനിക്ക് ആ പ്രസംഗ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ പോകാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ഓർമ്മകൾ ആ കാര്യത്തിൽ കുമാരീച്ചി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും നല്ലൊരു സ്കൂളായി പ്രവർത്തിക്കുന്ന JBS സ്കൂളിൽ ഇത്രയും കാലം 40 വർഷക്കാലം ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ
അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ചാരിതാർത്ഥ്യമുണ്ട് കുമാരീച്ചിയെ ഒന്ന് ആദരിക്കാൻ പറ്റിയതിൽ. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി അനിത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ധന്യ സുനിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റജുല ബഷീർ, മുഹ്സിന KM, രേഖ അനിൽകുമാർ, ലത ആഞ്ചേരി, ശ്രുതി രതീഷ്, ലത മുരളി, തുഷാര പ്രകാശ്, ബിന്ദു ഹരിദാസ്, ഗിരീഷ് KS, മിഥുൻ KR തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പന്തംകുളത്തി പ്രകടനം നടത്തി. കോടന്നൂരിൽ നടന്ന പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാളിതുവരെയായിട്ടും പരിഹരിക്കാൻ പറ്റാത്ത ഒരു തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നമുക്കറിയാം, ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് ജീവൻ പണയം വെച്ച് കോവിഡ് രോഗികളെ ശുശ്രൂഷ നൽകി വളരെ അവർ സ്വന്തം ജീവൻ പോലും വിലവയ്ക്കാതെ എത്രയോ ആയിരം കോവിഡ് രോഗികളെ ശുശ്രൂഷിച്ച ജീവനക്കാരാണ് ആശാ വർക്കർമാർ. ഇതേ സർക്കാർ തന്നെ ആശാ വർക്കർമാരെ അന്ന് പിണറായി സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ വളരെയധികം പുകഴ്ത്തി പറഞ്ഞവരായിരുന്നു. പക്ഷേ ഇത്ര ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്നും ഓരോ വീടുകളിൽ കയറിയിറങ്ങി വയോജകരായ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി അറ്റാക്കുള്ളവരെയും ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും എല്ലാം വളരെ ഗൗരവമായ സീരിയസ് ഉള്ള രോഗികളെ സ്വന്തം അമ്മമാരെയും സഹോദരന്മാരെക്കാളും കൂടുതൽ ശ്രദ്ധയൂന്നി ത്യാഗം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കർമാർ. യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ടോമി ബെല്ലിശ്ശേരി, AD ജോണി, പഞ്ചായത്ത് അംഗം ജൂബി ചിറയത്ത്, മണ്ഡലം നേതാക്കളായ CO ജോൺസൺ, AA റപ്പായി, ശ്രീനിവാസൻ വെങ്ങാലി, ഡേവിസ് കണ്ണനായ്ക്കൽ, TV ജോൺസൺ, രവി കോപ്പക്കാട്ടിൽ, ഗിരിജ ഗോപിനാഥ്, ഡെന്നിസ് പല്ലിശ്ശേരി, വിചാർ വിഭാഗ് നേതാവ് സുബ്രഹ്മണ്യൻ കുറുവത്ത്, ജോസ് P ചാഴൂർ, ആന്റണി വിൽസൺ പല്ലിശ്ശേരി, PP ജോസ്, PP വർഗീസ്, ഇട്ടേഷൻ മാസ്റ്റർ, കർഷക കോൺഗ്രസ് നേതാവ് ജ്യോതി കുമാരൻ പർവത്ത്, KK ശശി എന്നിവർ പങ്കെടുത്തു. ചേട്ടന്മാർ കൊട്ടി താളം പിടിക്കുന്നത് കണ്ട് ആവേശം മൂത്ത് കൊട്ടുപടിച്ച് കൊട്ടിക്കയറുകയാണ് ഒരു പറ്റം കുരുന്നുകൾ. നിരന്തരമായുള്ള പരിശീലനത്തിനു ശേഷം കൊട്ടിത്താളം പിടിച്ച് ആവേശമാകാൻ ഒരുങ്ങുന്ന കുട്ടിത്താരങ്ങളുടെ വിശേഷങ്ങളാണ് അടുത്ത റിപ്പോർട്ട്. കൊട്ടും താളവും മേളവും എല്ലാവർക്കും ആവേശമാണ്. പ്രായ ലിംഗ വ്യത്യാസങ്ങളില്ലാതെ കൊട്ടുകേട്ടാൽ താളം പിടിച്ചു പോകും, പ്രത്യേകിച്ചും നമ്മുടെ തൃശ്ശൂരുകാർക്ക്. ആനക്കല്ല് തൃത്താമരശ്ശേരിയിലെ ഒരുപറ്റം കുരുന്നുകളും ഈ വഴിയിലെത്തുന്നത് ചേട്ടന്മാരുടെ കൊട്ടും മേളവും കേട്ടുതന്നെയാണ്. കാവടി ആവേശം നെഞ്ചേറ്റിയ കുരുന്നുകൾക്ക് അകമ്പടി മേളമായ നാസിക് ഡോളിനോടായി കമ്പം. ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് സമ്പാദിച്ച പണം സ്വരുക്കൂട്ടി അവർ വാദ്യോപകരണങ്ങൾ വാങ്ങി. പിന്നെ സ്കൂൾ വിട്ടു വന്നാൽ കളികളെല്ലാം മാറ്റിവെച്ച് അവർ നിരന്തര പരിശീലനത്തിലായി. അപ്പോൾ ഞാൻ ഈ ടീമിൽ കയറിയിട്ട് കുറച്ച് നാളായിട്ടുള്ള ടീം തുടങ്ങിയത് ഇവർ കുറച്ച് പിള്ളേർ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡെയിലി സ്കൂൾ കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ട് ഈ ശിവരാത്രി പരിപാടി നല്ല പരിപാടി ആക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഡെയിലി പ്രാക്ടീസൊക്കെ ചെയ്യും. മേളത്തോടുള്ള അടങ്ങാത്ത ആവേശം അവരെ ലക്ഷ്യത്തിലെത്തിച്ചു. അതെ, അവർ കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ നാസിക് മേളത്തിന് തയ്യാറെടുക്കുകയാണ്. പണ്ട് തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു നാസിക് ഡോൾ മേടിക്കണമെന്ന്. പല പൂരത്തിന് പോകുമ്പോഴും ചേട്ടന്മാർ കൊട്ടണ്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു നാസിക് ഡോൾ എടുക്കണമെന്ന്. അപ്പം അത് ലാസ്റ്റ് സാധിച്ചു. ഞങ്ങൾ കൂട്ടുകാരെ കൂടി കുപ്പിപ്പാട്ട പറക്കിയിട്ടാണ് ഈ സാധനം മേടിച്ചത്, നാസിക് ഡോള്. ഇപ്പം ആദ്യമായിട്ടാണ് ഇവിടെ കാവടി ശിവരാത്രി പരിപാടി എടുക്കുന്നത്. അതൊരു ആവേശമായി ഞങ്ങൾക്ക്. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് EV അഭിഷേകും ES അനശ്വരും TM അദ്വൈതും മനുവും TR അനന്തുരാജും AS നന്ദുവും ER ശ്രീഹരിയും ചന്ദ്രവും ES സായി കൃഷ്ണയും
PP ദേവാനന്ദും KV അനിരുദ്ധും ദേവദത്തും അബീഷർ സത്യനാഥും ജഗന്നാഥും AR അനാദിയും ചേർന്ന് നാസിക് ഡോൾ വിസ്മയം തീർക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർക്ക് നാട്ടുകാരും വീട്ടുകാരും അനുഗ്രഹാശിസുകളുമായി ഒപ്പമുണ്ട്. പള്ളിശ്ശേരി തെക്കുമുറി കാവടി സമാജം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലത്തെ എല്ലാവരെയും ഒരു ആവേശമാണ്. ജനിച്ചപ്പോൾ തൊട്ട് കൊച്ചുകുട്ടികൾ മുതൽ ആ പൂരാവേശത്തിൻ്റെ ലഹരി ആസ്വദിച്ചുകൊണ്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചുകുട്ടികൾ 15 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളാണ്. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, മേള ഓരോതിക്കൽ കണ്ടിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ കൊട്ടണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരു നാസിക് ഡോൾ അവർക്ക് മേടിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ അവർ കുറേ ആക്രി സാധനങ്ങളൊക്കെ വിറ്റ് കുറച്ച് കാശ് അവരുണ്ടാക്കി ബാക്കി എല്ലാം കൂടി അവർ സാധനങ്ങളൊക്കെ വാദ്യോപകരണങ്ങളൊക്കെ വാങ്ങി അങ്ങനെയാണ് അവർ ഈ പരിപാടി തുടങ്ങി വെച്ചത്. ഫസ്റ്റത്തെ അരങ്ങേറ്റമാണ് ഇപ്പോൾ നമ്മുടെ വള്ളിശ്ശേരി തെക്കുമുറി കാവടി സമാജത്തിലുള്ള തമ്പുരാൻസ് എന്ന പേരിൽ അവർ ചെയ്യുന്നത്. വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ ആ പൂരത്തിൻ്റെ ആ ശിവരാത്രിയുടെ ആഘോഷത്തിൻ്റെ ആ ഒരു ആവേശത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. വള്ളിശ്ശേരി തെക്കുമുറി കാവടി സമാജത്തിന്റെ പൂരാഘോഷത്തിൽ തമ്പുരാൻസ് എന്ന പേരിലാണ് കുട്ടിക്കൂട്ടത്തിന്റെ നാസിക് ഡോൾ അരങ്ങേറ്റം നടക്കുക. BJP വല്ലച്ചിറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വല്ലച്ചിറ ഹെൽത്ത് സെന്ററിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PG വിനോദ് അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ഉറപ്പാക്കുക, ഹെൽത്ത് സെന്ററിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക, മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുക, OP സമയം വർദ്ധിപ്പിക്കുക, സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. BJP ജില്ലാ സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ആവശ്യമായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും കേരളത്തിന്റെ രാഷ്ട്രീയം, കേരളത്തിന്റെ ഭരണകൂടങ്ങൾ അനവധി വർഷങ്ങളായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവസ്ഥയും ഈ സേവനം നൽകുന്നതിന് തടസ്സമായി നിൽക്കുകയും കേരളത്തിൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും, ആശാ വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ്. അവർ സമരത്തിന്റെ പാതയിലാണ്. മാസങ്ങളായി അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല, മാസങ്ങളായി അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. സംസ്ഥാന സർക്കാർ പണമില്ല എന്നൊരു കാരണം പറഞ്ഞ് ആരോഗ്യ മേഖലയിൽ പോലും സേവനം ഉപയോഗപ്പെടുത്തുന്ന ആശാ വർക്കേഴ്സിന് ശമ്പളം കിട്ടാൻ മാർഗമില്ല, സർക്കാരിന്റെ കയ്യിൽ പണമില്ല. BJP മണ്ഡലം സെക്രട്ടറി TG മുരളി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ മുല്ലപ്പള്ളി, സരോജിനി സുധാകരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ VK രാമദാസ്, വിജു തച്ചംകുളം, മണ്ഡലം സെക്രട്ടറി രഞ്ജിത്ത് ആറാട്ടുപുഴ, ഗ്രാമപഞ്ചായത്ത് അംഗം രതി വേണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിശ്വൻ ചാക്കോത്ത്, CK കൃഷ്ണകുമാർ, KK ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കടലാശ്ശേരി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 55ാമത് സമാധി ദിനം ആചരിച്ചു. തുടർന്ന് ഛായാചിത്രത്തിനു മുൻപിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. നാമജപം, സർവമത പ്രാർത്ഥന, പ്രതിജ്ഞ, ക്ഷേത്രത്തിൽ വഴിപാടുകൾ എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് കരയോഗം പ്രസിഡന്റ് C മുരാരി, സെക്രട്ടറി K ശിവദാസ്, V ഗോവിന്ദൻകുട്ടി നായർ, ബിന്ദു എടാട്ട് എന്നിവർ നേതൃത്വം നൽകി. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മാർച്ച് 2 ഞായറാഴ്ച നടക്കും. സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് രാവിലെ 8-ന് ഭദ്രദീപം കൊളുത്തി പൊങ്കാല ഉത്സവം ഉദ്ഘാടനം ചെയ്യും. തന്ത്രിവര്യൻ വടക്കേടത്ത് പെരുമ്പടപ്പിൽ കേശവൻ നമ്പൂതിരി നവകാഭിഷേകം നടത്തി പൊങ്കാല സമർപ്പണം ആരംഭിക്കും. പൊങ്കാല സമർപ്പണത്തിന് എത്താൻ പറ്റാത്ത ഭക്തജനങ്ങൾക്ക് വേണ്ടി ശാന്തിക്കാർ പാരപ്പൊങ്കാല തയ്യാറാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0482227702 9746227702 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക.
കരൂപ്പാടം കൊല്ലയിൽ വാസു നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 875 രൂപ, പവന് 64,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പന്തം കുളത്തി പ്രകടനം നടത്തി. കെ രാമചന്ദ്രൻ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോടന്നൂർ PSC സഹകരണ സംഘം 10ാം വാർഷികം ആഘോഷിച്ചു. സഹകരണ സംഘം പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിപുലമായ സൗകര്യങ്ങളാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കിയിരിക്കുന്നത്. ചേർപ്പ് GJBS സ്കൂളിൽ 40 വർഷമായി പാചക തൊഴിലാളിയായി ജോലി ചെയ്യുന്ന കുമാരിയെ മഹിളാ കോൺഗ്രസ് 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.